തൂവൽ പോലെ. രചന ഹരിത പ്രാണ. അവതരണം അഷിക. പിറ്റേന്ന് രാവിലെ കുളിച്ച് ഫ്രഷായി കല്യാണത്തിനൊരാൾ ഡ്രസ്സും മുണ്ടുമിട്ട് മുടിയൊന്ന് സെറ്റാക്കി ഫെലിക്സ് റൂം വിട്ട് പുറത്തേക്ക് വന്നതും ഹാളിലിരുന്ന് ആഹാരം കഴിക്കുന്ന ആന്റണിയും നിവിനും അവനെ തിരിഞ്ഞു നോക്കി. നീ റെഡിയായോ? അതിന് റെഡിയാവാൻ എന്നതാ, ജുബും മുണ്ട് കൊടുത്തു, ഹെയർ ഒന്ന് സെറ്റാക്കി, അത്രയല്ലേ ഉള്ളൂ. ഇതിൽ കൂടുതൽ എന്നാ ഒരുങ്ങാനാ? വളരെ ലാഘവത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ അവർക്കടുത്തേക്ക് വന്നിരുന്നു. പ്ലേറ്റ് എടുത്ത് ഫുഡ് വിളമ്പാൻ തുടങ്ങി. എങ്കിലും അവന്റെ കണ്ണുകൾ ചുറ്റും ആർക്കോ വേണ്ടി പരുതുന്നുണ്ടായിരുന്നു. കൂടുതൽ കണ്ണുവെട്ടിച്ച് നോക്കണ്ട, ആളകത്ത് റെഡിയാകുക. അവന്റെ എത്തിക്കുത്തിയുള്ള നോട്ടം കണ്ട് നിവിൻ അവനെ കളിയാക്കി പറഞ്ഞു. അതൊരു ഞാൻ അവളെ തിരക്കി നിന്നോട് ആരാ പറഞ്ഞേ? ഞാൻ സൂരജിനെ നോക്കിയതാ. ഓ, എന്നിട്ട് ആ വാതിക്കൽ നിൽക്കണവനെ നീ കണ്ടില്ലെന്ന് പറഞ്ഞ ഞങ്ങളത് വിശ്വസിക്കണം? ആന്റണി ഒരു പിരികം ഉയർത്തി അവനോട് ചോദിച്ചപ്പോഴാണ് അവനെ നോക്കി കിച്ചൺ ഡോറിന്റെ അവിടെ കയ്യിലൊരു പ്ലേറ്റും പിടിച്ചു നിൽക്കുന്നവൻ ഫെലിക്സ് കാണുന്നത്. ഒന്ന് ചമ്മിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവൻ വീണ്ടും കഴിക്കാൻ തുടങ്ങി. അവന്മാർ മൂന്നും കൂടി എന്തൊക്കെയോ ചർച്ചയിലാണ്. ആന്റണി ഇപ്പോൾ അവരിൽ ഒരാളെ പോലെയാണ്. നിവിയാണ് ആളുടെ സന്തത സഹചാരി. കഴിച്ചു കഴിഞ്ഞ് ഫ്ലാറ്റിൽ തന്നെയുള്ള കർത്താവിന്റെ ചെറിയൊരു രൂപത്തിന് മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ഫെലിക്സ് നേരെ ആനിയുടെ റൂമിന്റെ ഫ്രണ്ടിലേക്ക് പോയി. അത് കാത്തിരുന്നത് പോലെ എവിടെ നിന്നോ പൈസ അവന്റെ മുന്നിലേക്ക് ചാടി വീണു. എന്തോ നട പന്നി, മനുഷ്യനെ പേടിപ്പിക്കുന്നു. ചെക്കൻ കളിപ്പെടുത്തതും പൈസ നന്നായിട്ടൊന്ന് ഇളിച്ചു കാണിച്ചു. ചേട്ടൻ എങ്ങോട്ടാ ഒരുങ്ങിക്കെട്ടി പോണത്? അല്പം നാണമൊക്കെ കലർത്തി പൈസ കാലുകൊണ്ട് ഇന്ത്യയുടെ മാപ്പൊക്കെ താഴെ വരച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അയ്യേ, നിനക്ക് എന്നതാണ് പിശാശേ? മാർക്കേ, പള്ളി കയറാൻ നേരമായി, സമയം 10 കഴിഞ്ഞ്. അതിന് സമയമായെങ്കിൽ നീ പോ. ഇവനിത്, ഞാൻ പോയാ പിന്നെ അന്നെ എങ്ങനെ വരുവടാ? പറന്നു വരുവോ? നീ മാർക്കേ, ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. പൈസയെ മാറ്റി നിർത്തി അവനകത്തേക്ക് കയറാൻ നിന്നതും പൈസ വീണ്ടും അവന്റെ മുന്നിലേക്ക് വന്നു. ആ, അച്ചായൻ അങ്ങനെ പോവാതെ ഇപ്പൊ പള്ളിയിലോട്ട് പോയാട്ടെ. അച്ചായന്റെ കൊച്ചിനെ ഞങ്ങൾ അങ്ങ് കൊണ്ടുവന്നോളാം. ഓ വേണ്ട, ഞാൻ കൊണ്ടുപോക്കോളാം. നീ ഒന്ന് മാർക്കി, എന്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ. അയ്യോ, തല്ലരുത്. അതിനുള്ള കെൽപ്പൊന്നും എനിക്കില്ലെന്ന് നിനക്കറിയാൻ പാടില്ലേ. നീ ഇപ്പൊ നിവിയുടെ കൂടെ പള്ളിയിലേക്ക് വിട്ടോ. കൊച്ചിനെ ആന്റണി കൊണ്ടുവന്നോളൂ. ഇതെന്തേർപ്പാടാന്നേ? ഞാൻ അങ്ങോട്ട് പോകുമ്പോ അവളെ കൊണ്ടുപോയ പോരെ? നമുക്ക് ഒരുമിച്ച് പോകാം. എന്നാത്തിനാ ഈ മാറ്റിയും മറിച്ചൊക്കെ പോണേ? ഓ, അത് സാരയില്ലെന്നേ, ഇന്ന് അങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി. പെണ്ണിന്റെ ആങ്ങളയുടെ കൂടെ അങ്ങ് വന്നോളൂ. നീ നിവിന്റെ കൂടെ പൊക്കോ. എടാ, അത് ഒരതുമില്ല, നീ പൊക്കോ. നിർബന്ധിച്ച് പൈസ അവനെ പുറത്തേക്ക് കൊണ്ടുപോയി. അവിടെ അവനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഒന്നും രണ്ടും പറഞ്ഞ് പിന്നെ ഫെലിക്സ് അവിടെ നിൽക്കാൻ തുടങ്ങിയെങ്കിലും അവന്മാർ അത് സമ്മതിക്കാതെ അവിടെ നിന്ന് അവനെയും കൊണ്ട് പള്ളിയിലേക്ക് പോയി. അവര് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആനിയെ റെഡിയാക്കി ബ്യൂട്ടീഷ്യൻ ഹാളിലേക്ക് കൊണ്ടുവന്നിരുന്നു. കോപ്പർ ആൻഡ് ഗോൾഡ് മിക്സ് വരുന്ന സാരി ഉടുത്ത് ഒരു സുന്ദരിയായി നിൽക്കുന്ന തന്റെ അനിയത്തിയെ ആന്റണി കണ്ടെടുക്കാതെ നോക്കി. അവന്റെ ഒപ്പം സൂരജ് ഉണ്ട്. ഓവർ മേക്കപ്പ് ഒന്നും ചെയ്യാതെ ലൈറ്റ് മേക്കപ്പ് ചെയ്തു സിമ്പിൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്താണ് ആനിന്റെ നിൽപ്പ്. തലേന്ന് ഫൈസിയുടെ അനിയത്തി ഫിർസാനെയാണ് ഒരുക്കാനുള്ള ആളെ കണ്ടെത്തിയതും അവർക്ക് കോണ്ടാക്ട് ചെയ്ത് കൊടുത്തതും. കണ്ണു നിറച്ച് അവളെ തന്നെ നോക്കി നിൽക്കുന്ന ആന്റണിയുടെ അടുത്തേക്ക് ആനി ചെന്നു. സന്തോഷം കൊണ്ട് വീണ്ടും ആ കണ്ണുകൾ നിറഞ്ഞു തന്നെ നിന്നു. അടുത്തേക്ക് വരുന്നവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് ആ നെറ്റി ഒരു ചെറുമുത്തം നൽകി ആന്റണി. എന്റെ കുഞ്ഞിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവന് സ്തുതിയും കൊടുത്ത് മൂന്നുപേരും അവിടെ നിന്ന് ഇറങ്ങി. തലേന്ന് ആന്റണി വിളിച്ചു പറഞ്ഞതനുസരിച്ച് കുര്യനും കൂട്ടരും അവിടെയുണ്ട്. ഫെലിക്സിന്റെ വീട്ടിൽ നിന്ന് വല്യമ്മച്ചി മാത്രമില്ല, വർക്കിയും ഏലിക്കുട്ടിയും ഫിസയും ഉണ്ട്. കുര്യന്റെ വീട്ടുകാരും സൂസന്റെ വീട്ടുകാരും ആരുമില്ല. ആദ്യം വന്നു നിന്നത് ഫെലിക്സിന്റെ കാറാണ്. പുറത്തുനിന്ന് സംസാരിക്കുന്ന വീട്ടുകാരെ കണ്ടപ്പോഴേ അവന്റെ മനസ്സിൽ ഒരു തണുപ്പ് വീണു. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അവന്റെ കല്യാണത്തിന് അവർ വേണമെന്നുള്ളത് അവനും ആഗ്രഹമായിരുന്നു. അവൻ കാറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയതും ക്യാമറമാൻ ഓടിയെത്തിയിരുന്നു. പിന്നെ അങ്ങോട്ട് അയാൾ പറയുന്നത് പോലെയായി അവന്റെ ചലനങ്ങൾ പോലും. അരമണിക്കൂർ കഴിഞ്ഞതും ഫെലിക്സിന് നന്നേ ദേഷ്യം വന്നു തുടങ്ങി. നിവിയും ഫൈസിയും ചേർന്ന് അവിടെ ഫോട്ടോഷൂട്ടിന്റെ ഒരു ബഹളമാണ്. അവന്മാർ രണ്ടു പറയാൻ തുടങ്ങിയതും ഫോൺ മുഴക്കിക്കൊണ്ട് ആന്റണിയുടെ കാർ പള്ളിമുറ്റത്തേക്ക് കയറി വന്നിരുന്നു. തൊട്ടുപുറകിലായി മറ്റൊരു കാറും. ആദ്യം വന്നത് ആരാണെന്ന് എല്ലാവർക്കും മനസ്സിലായെങ്കിലും രണ്ടാമത് വന്ന ആളെ കുര്യനും കൂട്ടർക്കും മനസ്സിലായില്ല. ആന്റണിയും ആനിയും ആ കാർ കണ്ടിരുന്നില്ല. പെണ്ണിന്റെ കാറാണെന്ന് കണ്ടതും ക്യാമറമാൻ പിന്നെ അതും പൊക്കി പിടിച്ച് അങ്ങോട്ടായി ഓട്ടം. അതിനിടയ്ക്ക് ഫെലിക്സ് വേഗം ആ കാറിന്റെ അടുത്തേക്ക് നടക്കുന്നത് എല്ലാവരും കണ്ടു. ഫെലിക്സിന് സന്തോഷം അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വിളിച്ചെങ്കിലും വരുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തിയാണ് വന്നിരിക്കുന്നത്. ഡോർ തുറന്ന് അല്പം പ്രായം ചെന്ന ഒരു വ്യക്തി ഇറങ്ങി വന്നതും കാറ്റുപോലെ വന്നവൻ അയാളെ മുറക്കെ പുറത്തു മാറി നിന്നു. അപ്പച്ചൻ. വർക്കിയുടെ ശബ്ദം കേട്ടപ്പോഴാണ്
ആനിയെ നോക്കിയ കുര്യൻ മുന്നിലേക്ക് നോക്കിയത്. വർക്കിയുടെ അപ്പനെ കണ്ടതും അയാളൊന്ന് പരിങ്ങി. കാരണം ആ നാട്ടിൽ അയാളുണ്ടാക്കിയ ഓളമൊന്നും ഇന്നും ഒരാളുണ്ടാക്കിയിട്ടില്ല. ഒരു വർക്കിക്കും കുര്യനും പറ്റിയിട്ടില്ല. ഇപ്പോഴും ആ നാട്ടിൽ പലതും തടത്തിൽ ഫ്രാൻസിസിന്റെ തന്നെയാണ്. അതിന്റെ അവകാശി അയാളോട് ചേർന്ന് നിൽക്കുന്ന അയാളുടെ പിന്മുറക്കാരൻ. അവൻ അയാളിൽ നിന്ന് അകന്നു മാറിയതും കാര്യമായി എന്തൊക്കെയോ സംസാരിച്ചിരിക്കുന്നവരും ചുറ്റുമുള്ളവരെല്ലാവരും നോക്കി നിന്നു. ആനിക്കും ആ കാഴ്ച കൗതുകമുണർത്തുന്നത് തന്നെയായിരുന്നു. ചെറുചിരിയോട് കാര്യം പറയുന്നവനിൽ തന്നെ അവളുടെ ദൃഷ്ടി ഉറച്ചു നിന്നു. മുന്നിൽ നിന്ന് ആരോ കൈവീശിയപ്പോഴാണ് ആനി കണ്ണുവെട്ടിച്ചത്. തനിക്ക് മുന്നിൽ ചെറുചിരിയോടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ. കണ്ട 70-നോടടുത്ത് പ്രായം പറയുമെങ്കിലും അതിലും ചുറുചുറുക്കോടെയാണ് ആള് നിൽക്കുന്നത്. ഫെലിക്സിന് പ്രായമായ ഒരുപക്ഷെ ഇങ്ങനെ ഇരിക്കും. അതുപോലെ സാമ്യതകളുണ്ട് രണ്ടുപേരിലും. കണ്ടോടെ ചെറുക്ക, നിന്നേക്കാൾ സുന്ദരൻ ഞാൻ തന്നെയാ. അതല്ലേ എന്നെ നിന്റെ കൊച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അല്പം കുസൃതിയോടെ അപ്പച്ചൻ പറഞ്ഞത് ഫെലിക്സ് ആനിയുടെ തലക്കിട്ടൊരു തട്ട് വെച്ചു കൊടുത്തു. എന്റെ കൊച്ചേ, നീ ഇത് ഏത് സ്വപ്നലോകത്താ? തലയിൽ കിട്ടിയ തട്ടിന്റെ എഫക്റ്റിൽ അവൾ അവനെ കൂർപ്പിച്ചു നോക്കിയതും അവളെ കളിയാക്കി അവൻ ചോദിച്ചു. ആ കൂർപ്പിച്ചു വെച്ച മുഖം കാണുന്തോറും മറ്റു പലതും അവന് തോന്നുന്നുണ്ടായിരുന്നു. അവൾക്കടുത്തേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അപ്പച്ചന് നേരെ നിന്നു. അപ്പോ തടത്തിൽ ഫ്രാൻസിസ് കുര്യാക്കോസേ, ദേ ഇതാണ് എന്റെ പേര് ആനി. ദേ ആൻഡ്രിയ അല്ലേ, വേണ്ട, ആൻഡ്രിയ ഫെലിക്സ്. എന്നാ ചേലാണ് കേൾക്കാൻ. ഓ, നീ കൂടുതൽ ചേലുണ്ടാക്കാണ്ട് മാറി നിൽക്കടാ അങ്ങോട്ട്. എന്റെ മോളെ ഒന്ന് കാണട്ടെ. ഫെലിക്സിന്റെ അടുത്ത് നിന്ന് അയൽക്കരിയിലേക്ക് ആനിയെ ചേർത്ത് നിർത്തി. മോൾക്ക് എന്നെ മനസ്സിലായോ? വാത്സല്യത്തോട് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അപ്പച്ചൻ ചോദിച്ചു. ഓ, ഈ അപ്പച്ചൻ എന്റെ കൊച്ചിന്റെ സെറ്റ് ചെയ്ത് വെച്ച് ഹെയർ ഒക്കെ നശിപ്പിക്കും. നീ ഇങ്ങ് വന്ന് നിന്നേ. അദ്ദേഹത്തിന്റെ അരികിൽ നിന്നും ഫെലിക്സ് അവളെ അവന്റെ അടുത്തേക്ക് നിർത്തി. ഡാഡാ, കൂടുതൽ വിളവെടുക്കല്ലേ. എടുത്ത ഇതിയാന്റെ പെണ്ണുമ്പിളനെ പോയി കൊഞ്ചിച്ചാ മതി. എന്റെ ഭാര്യയെ കൊഞ്ചിക്കാൻ ഞാനുണ്ട്. അവളെ ഒന്നുകൂടെ അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഫെലിക്സിന്റെ വർത്താനം. ഓ പിന്നെ, എന്റെ മോളെ ഇങ്ങോട്ട് വിട്ടേ നീ. മോളോ? ഇതേ എന്റെ ഭാര്യ. ഇരുവരുടെയും വഴക്ക് കണ്ട് പേടിച്ചു നിൽക്കുകയാണ് ആനി. അത് കണ്ടതും സൂരജ് വേഗം അവിടേക്ക് വന്നു. ദേ, രണ്ടിനും എന്റെ കയ്യിൽ നിന്ന് കിട്ടും. അവനോ വിവരമില്ല. അപ്പച്ചനും കൂടെ തുടങ്ങിയാൽ എങ്ങനെയാ? ദേ, എന്റെ കൊച്ചു പേടിച്ചു നിൽക്കുന്നത് കണ്ടോ? മോളിതൊന്നും കണ്ട് പേടിക്കണ്ട. ഈ കാണിക്കുന്ന പത്രാസൊക്കെ വെറുതെയാണ്. രണ്ടിന്റെയും കോപ്രായം, അല്ലാണ്ട് എന്താ? കളഞ്ഞു കഞ്ഞിക്കല്. എന്റെ ഫെലിക്സെ, നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ പുണ്യാത്മാവിന്റെ കൂട്ടത്തിലുള്ള കൂട്ടു നിർത്താൻ. ഇവൻ ഇതുവരെ 80കളിൽ നിന്ന് വണ്ടി കിട്ടിയിട്ടില്ല. സൂരജിനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ടാണ് അപ്പച്ചനത് പറഞ്ഞത്. ഓ, ഇങ്ങനെ ഇന്ന് അല്ലേ വേണ്ട. ഡാ, നിനക്ക് കെട്ടണോ? സമയമായി. അച്ഛൻ കുറെ നേരം കൊണ്ട് പറയുന്ന. വേണേ കയറി വാ. നീ വാ മോളെ. ഈ വട്ടന്മാരുടെ കൂടെ നിന്ന് നിനക്കും വട്ടുപിടിക്കും. ഇതിന്റെയൊക്കെ കൂടെ എങ്ങനെ ഈ കൊച്ചിനെ വിശ്വസിച്ചുവിടും കർത്താവെ? എടാ സൂരജെ, നീ പള്ളിയിൽ ചേർന്ന? അല്ല, കർത്താവിനേക്ക് വിളിക്കുന്നു. ഓ, ഇതിയാണ് ഞാനിന്ന്. ആന്റണിയെ, നീ വരുന്നുണ്ടോ? ആനിയുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടക്കുന്നതിനോടൊപ്പം സൂരജ് അപ്പച്ചനെ നോക്കി പല്ല് കടിക്കാനും മറന്നില്ല. അപ്പച്ചൻ ഫെലിക്സിനെയും കൂട്ടി പള്ളിക്കകത്തേക്ക് കയറാൻ നിന്നതും വാതിക്കൽ നിൽക്കുന്ന വർക്കിയെ കുര്യനെയും കണ്ട് അവിടെ ഒന്ന് നിന്നു. ആ സമയം അത്രയും നേരം കൊച്ചുമക്കളോട് കളി പറഞ്ഞിരുന്ന അവരുടെ അപ്പച്ചനായിരുന്നില്ല, സാക്ഷാൽ തടത്തിൽ ഫ്രാൻസിസ് തന്നെയായിരുന്നു. എന്നാ മുഖത്ത് ഗൗരവം എടുത്തു കാണിച്ചു. എന്നാണ്ട് ഊരിയ? കാര്യങ്ങളൊക്കെ എങ്ങനെ പോണു? ഓ, കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് നന്നായിട്ട് പോണച്ചായ. പോയാൽ നിനക്ക് കൊള്ളാം. ഇല്ലേ, ഫെലിക്സിന്റെ അനുഗ്രഹം കൊണ്ട് പൂട്ടിക്കെട്ടേണ്ടി വരും. അച്ചായ, ചതിക്കല്ലേ. പിള്ളേര് തമ്മിലുള്ള കല്യാണത്തിൽ ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല. എതിർത്താൽ എന്നാടാ? എന്റെ പിള്ളേർക്ക് തമ്മിൽ ഇഷ്ടമാണ്, ഞാൻ നടത്തി കൊടുക്കും കെട്ട്. അതിന് നിന്റെ ഇതായി നിൽക്കുന്ന എന്റെ മോനെന്ന് പറയുന്ന നിന്റെ കൂട്ടുകാരുടെ സമ്മതം വേണ്ട. മര്യാദക്കെങ്ങാനും ജീവിച്ചോണം. പിള്ളേരെ ശല്യം ചെയ്യാനെങ്ങാനും പോയാ. എന്നാത്തിനയച്ചായ? നമ്മുടെ പിള്ളേരല്ലയോ, അവര് ജീവിക്കട്ടെന്നേ. നിന്റെ തള്ള ഇപ്പോഴും ഉണ്ടല്ലേടാ. മിക്കവാറും എന്റെ കൈ കൊണ്ട് തീരാനാ അവളുടെ വിധി. അതിന് മറുപടിയായി കുര്യൻ തലചൊറിഞ്ഞ് അയാളെ ഒന്ന് നോക്കി. സ്വന്തം മകനെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് അയാൾ പള്ളിക്കകത്തേക്ക് കയറി. പുറകെ രണ്ടാളെയും ഒന്ന് കലിപ്പിച്ചു നോക്കി ഫെലിക്സും പിള്ളേരും കയറി. അച്ഛന്റെ മുന്നിൽ കർത്താവിനെ സാക്ഷിയാക്കി ഫെലിക്സ് അവന്റെ അന്നക്കൊച്ചിനെ മിന്നുകെട്ടി സ്വന്തമാക്കി. അവന്റെ കൈകൾ പിറകിലമരുമ്പോൾ ആനിയുടെ ഹൃദയം ശക്തിയിൽ മിടിച്ചുകൊണ്ടിരുന്നു. 3 കെട്ടും കെട്ടി പുടവ അവളുടെ തലയിൽ വെച്ചു കൊടുത്തതും സന്തോഷത്താൽ ആനിയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി അടർന്നു വീണു. അപ്പുറം മാറി നിന്ന് ആന്റണിയും തന്റെ കണ്ണുനീർ തുടച്ച് ഇരുവരെയും നോക്കി. അത്രമേൽ വിശ്വാസത്തോടെ ഒരുവന് തന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുത്തതിന്റെ സങ്കടവും സന്തോഷവും ഒരുപോലെ അവന് നിറഞ്ഞു നിന്നു. പോകാൻ ഇറങ്ങിയതാണ് എല്ലാവരും. വർക്കിയും കുര്യനും വീട്ടുകാരും കെട്ടുകഴിഞ്ഞതേ സ്ഥലം വിട്ടു. അല്ല, അവൻ മക്കളിനി ഇതെങ്ങോട്ടാ?
തടത്തിലേക്കാണോ? ഓ, അങ്ങോട്ട് ചെന്നേക്കരുതെന്ന് അപ്പച്ചന്റെ മോന്റെ ഓർഡർ. അതെന്നെ വർത്താനമാടാ? നിന്റെ വീട്ടിൽ നിന്ന് അവർ നിന്നെ ഇറക്കി വിട്ടോ? മോള് കേട്ടോ, പണ്ട് ഇവൻ 5 വയസ്സുള്ളപ്പോ ഇവരുടെ വല്യമ്മച്ചിയായിട്ട് ഞാനൊന്ന് ഉടക്കിയതാ. അതീ പിന്നെ ഞാൻ ഇടക്കും തലക്കുവയ്ക്ക് അങ്ങോട്ട് വരത്തുള്ളൂ. അവൾക്ക് എന്റെ മോന്റെ കൂടെ നിൽക്കണം. നിന്നോട്ടെ എന്നും വെച്ച് എനിക്ക് എന്റെ വീടും പറമ്പും കൃഷിയൊക്കെ കളയാൻ പറ്റുമോ? കാര്യം ഇതൊന്നും അല്ല. നമ്മുടെ തറവാടത്തിരി അകത്തോട്ട് കയറിയ അവൾക്ക് ഈ തിക്കും തിരക്കൊക്കെ അവിടുത്തെ. എനിക്കാണ് ഗ്രാമത്തിന്റെ സമാധാനം. അവൾക്ക് എന്നെ ഇന്ന് വേണ്ടെങ്കിൽ എനിക്ക് അവൾ ഇന്നലേ വേണ്ട. അല്ല പിന്നെ. പക്ഷെ ഇവനുണ്ടല്ലോ എന്റെ കൊച്ചുമോൻ, ഇവൻ എന്റെ കൂടെയായിരുന്നു കുറെ കാലം. അതുകൊണ്ട് ഇവനെങ്കിലും ഇത്തിരി നല്ല ഗുണമുണ്ട്. ഓ പിന്നെ, ഇത് ഞാൻ പറയുന്ന കേട്ടാ തോന്നും ദിവസം 4 നേരം നല്ല ഗുണം പറഞ്ഞു തരുമായിരുന്നല്ലോ. ദേ അന്ന കൊച്ചെ, ഇങ്ങനെ പറയുന്ന തള്ളൊന്നും കേട്ടേക്കല്ലേ. രണ്ടിന്റെയും വഴക്ക് കേട്ട് ചിരി കടിച്ചു പിടിച്ചു നിൽക്കുവാണ് ബാക്കി 5 പേരും. കൂടാ, നിനക്ക് വേണമെങ്കിലേ തറവാട്ടിലേക്ക് വന്നേക്കടാ. എന്റെ കാലം കഴിഞ്ഞ അതെല്ലാം നിനക്കല്ലയോ? ആന്നോ? അറിഞ്ഞില്ല. ഒന്ന് പോയേ, ഞങ്ങളിവിടെ ഫ്ലാറ്റിലോട്ട് പോവാ. അത് കേട്ട് ആനിയുടെ കണ്ണൊന്നു തള്ളി. ഇന്നലെ രാത്രി കൂടി പറഞ്ഞത് അപ്പച്ചൻ വന്ന് വിളിച്ചാ പോകാമെന്ന്. എന്നിട്ടാണ് ഈ വഴക്കിടുന്നത്. അല്ല പിന്നെ, എന്റെ വസ്തുക്കളിൽ കയറി താമസിക്കാൻ എനിക്ക് നിങ്ങളുടെ അനുവാദം വേണം. വേണ്ടേ? എന്നാ പിന്നെ മോനെന്താ ഇവിടുത്തെ വീട്ടിൽ പോയി താമസിക്കാത്തെ? അത് നിന്റെ പേരുള്ളതല്ലേ? ചോദിച്ചു ചെറുക്കന്റെ നെറുകെ തന്നെ കൊണ്ട്. ഒന്നും മിണ്ടാതെ അപ്പച്ചനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവൻ കാറിന്റെ അടുത്തേക്ക് പോയി. അവൻ ദേഷ്യപ്പെട്ടു പോയതാണെന്ന് കരുതി ഹാനിയുടെ മുഖവും ടെൻഷൻ കൊണ്ട് നിറഞ്ഞിരുന്നു. ഒച്ചു പേടിക്കണ്ട, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ. എനിക്കറിയാം അവൻ നിന്നെയും കൊണ്ട് അങ്ങോട്ടേ വരുള്ളൂ. അപ്പച്ചൻ ഇറങ്ങുവാ. രണ്ടാളും കൂടി അങ്ങോട്ട് വന്നേക്കണം. അപ്പച്ചൻ കാത്തിരിക്കും. അവളുടെ തലയിലൊന്ന് തഴുകി അയാൾ കാറിന്റെ അടുത്തേക്ക് നടന്നു. തെമ്മാടി, അപ്പച്ചൻ വിളിച്ചത്. ഫെലിക്സ് അയാളെ ഒന്ന് ചിറഞ്ഞു നോക്കി. ഇന്നാ പിടിയടാ. അല്പം ദൂരത്ത് നിന്നു അയാൾ അവന്റെ കയ്യിലേക്ക് എന്തോ എറിഞ്ഞു കൊടുത്തു. അത് താഴെ പോകാതെ ഫെലിക്സ് പിടിച്ചു വെച്ചു. നോക്കിയപ്പോ ഒരു താക്കോലാണ്. അതീ കയറി അങ്ങ് വന്നേക്കണ കൊച്ചിനെ കൊണ്ട്. ഊണൂർക്ക് ഞാൻ കാത്തിരിക്കും തടത്തില്. ചിരിയോടെ അവനെ നോക്കി പറഞ്ഞിട്ട് അദ്ദേഹം കാറിൽ കയറിപ്പോയി. ആ കാർ മാറിയപ്പോഴാണ് അതിന് പിറകിലായി ഒരു ബ്ലാക്ക് താർ കിടക്കുന്നത് കണ്ടത്. അവന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു ഒരു താർ. നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് ആ താക്കോലിലൊന്ന് മുത്തിക്കൊണ്ട് അവൻ അതിനടുത്തേക്ക് ചെന്നു. ചുറ്റും നടന്ന് ഒന്ന് നോക്കിക്കൊണ്ട് അവൻ കയറി സ്റ്റാർട്ടാക്കി. നേരെ പള്ളിമുറ്റത്തടുത്ത് നിൽക്കുന്ന ആനയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് നിർത്തി. അപ്പൊ വിട്ടാലോ? അവന്റെ സന്ദേശം മുഖത്ത് തന്നെ എല്ലാവർക്കും കാണാമായിരുന്നു. എങ്ങോട്ടാണ്? തടത്തിൽ ഫ്രാൻസിസിന്റെ തട്ടകത്തിലേക്ക്. ഇത്തിരി ഗർവോടെയാണ് അവനത് പറഞ്ഞത്. ഫ്രാൻസിസിന്റെ കൊച്ചുമോളായിട്ടോ? അതോ? ആ ചോദ്യത്തിൽ തന്നെ ഒരു കുറുമ്പ് അവൾ ഒളിപ്പിച്ചിരുന്നു. അത് മനസ്സിലായതുപോലെ അവന്റെ ചുണ്ടിലും ഒരു ചിരി വിരിഞ്ഞു. തടത്തിൽ റാണിയായിട്ട് ഒന്ന് കേറടി. ചിരിയോടെ തന്നെ അവന് മുന്നിലെ ഡോർ അവൾക്കായി തുറന്നു കൊടുത്തു. ആന്റണിയെ ഒന്ന് നോക്കി അവൾ വണ്ടിയിലേക്ക് കയറിയതിനോടൊപ്പം തന്നെ അവളുടെ നോട്ടം സൂരജിലേക്കും ചെന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഷോ കാണിക്കാണ്ട് വണ്ടി എടുത്ത് പുറകെ വാട രണ്ടും. പൈസി, നിങ്ങൾ എന്റെ വണ്ടി എടുത്തോ. സൂരജിനെ ആന്റണിയെ ഒന്ന് പുച്ഛിച്ച് അവന്റെ താർ പള്ളിമുറ്റത്ത് നിന്നും അകന്നത്. ബാക്കി 3 കാറുകളിലായി അവരും പുറകെ വിട്ടു. വണ്ടിയിൽ തീർത്തും മൗനത്തിലായിരുന്നു ഇരുവരും. സ്വന്തമായതിൽ പിന്നെ എന്തോന്ന് ഇരുവരിലും പുതുതായി രൂപപ്പെട്ട പോലെ. മെയിൻ റോഡ് കഴിഞ്ഞ് 3/4 മണിക്കൂറോളമായി യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്. ടാറിട്ട റോഡാണെങ്കിൽ ഇരുവശവും റബ്ബർ, വയലും തെങ്ങുമൊക്കെയാണ്. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം വലിയൊരു ഗേറ്റ് തുറന്ന് അകത്തേക്ക് ചെന്നത് ആനിയുടെ കണ്ണുകൾ വിടർന്നു. കൊട്ടാലം പോലൊരു വീട്, പഴയ 4 കെട്ട് മോഡൽ. ഇതാണ് സാക്ഷാൽ തടത്തിൽ തറവാട്. ഇപ്പോൾ ഉള്ളത് ഡ്യൂപ്ലിക്കേറ്റ്. അവന്റെ പറച്ചിൽ അവളൊന്നറിയാതെ ചിരിച്ചുപോയി. വണ്ടി വന്നു നിന്ന് സൗണ്ട് കേട്ട് അകത്തു നിന്നുള്ളവരൊക്കെ പുറത്തേക്ക് വന്നു. വാ, എല്ലാരെയും പരിചയപ്പെടുത്താം. കേറി വാ മക്കളെ. അന്നമ്മോ, അതങ്ങ് കൊണ്ടുകൊടുക്ക്. അടുത്ത് നിൽക്കുന്ന സ്ത്രീയോട് അപ്പച്ചൻ പറഞ്ഞത്. അവരവൾക്ക് അടുത്തേക്ക് വന്ന് കയ്യിൽ മെഴുകുതിരി കൊടുത്തു. കൊന്തമാല നെറ്റിയിൽ വെച്ച് അനുഗ്രഹിച്ച് കുരിശു വരിച്ചു. ഫെലിക്സിനെയും അങ്ങനെ ചെയ്ത് ശേഷം മാറി നിന്നു. എന്നതാ എന്റെ മറിയ കൊച്ചേ, പിണക്കത്തിന്റെ ഒരു മണം അടിക്കുന്നുണ്ടല്ലോ. നീ എന്നോട് മിണ്ടണ്ട. നിന്റെ കെട്ടാണെന്ന് വല്ലവരും പറഞ്ഞിട്ടുള്ളൂ ഞാൻ അറിയാം. ആ വൃദ്ധ മുണ്ടിന്റെ അറ്റം കൊണ്ട് കണ്ണു തുറച്ചു. അയ്യേ, അതെന്നാ വർത്താനം വന്നേ? അങ്ങനെ വല്ലവരോടുമാണോ ഞാൻ പറയാൻ പറഞ്ഞേ? ഈ മറിയ കൊച്ചിന്റെ പ്രാണനാഥനോടല്ലേ? ഓടാവിടുന്ന്. നീ എന്റെ അടുത്തേക്ക് വാ. ചട്ടകം കൊണ്ട് തരിഞ്ഞ. അവൻ പറഞ്ഞതിന് മറുപടി കൊടുക്കാതെ ആനിനെയും കൂട്ടി അവരകത്തേക്ക് പോയി. അത് നോക്കി നിന്ന് അപ്പച്ചന്റെ അരയിലേക്ക് അവൻ ചെന്ന് നിന്നു. എന്നതാ പത്രോച്ച, മറിയക്കുട്ടിക്കൊരു വിളർച്ച?
പണി വല്ലതും പറ്റിച്ചോ? അയാളുടെ ചെവിക്കരിയിൽ രഹസ്യം പോലെ അവൻ ചോദിച്ചത്. അടുത്ത സെക്കൻഡ് അവന്റെ അസ്ഥാനത്തടി വീണു. പന്നെ, എന്നെ വർത്താനമാണ് നീ പറയുന്നേ? വേണ്ടേ, കെട്ടിയെന്നൊന്നും നോക്കൂല. നല്ല പെട വെച്ച് തരും ഞാൻ. അവന്റെ അമ്മുമ്മയുടെ വിളർച്ച. അവനെ ചീത്ത വിളിച്ചുകൊണ്ടയ തോളത്ത് കിടക്കുന്ന തോർത്ത് ഒന്നും കൂടി കുടഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അത് കണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നു. രാത്രി. എന്നാത്തിനാ അമ്മച്ചി ഇതൊക്കെ? ഇതൊന്നും വേണ്ട. ആഹാ, അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? എന്റെ കൊച്ചിന്റെ ആദ്യ രാത്രി ഇല്ലയോ? അപ്പൊ സുന്ദരിയായിട്ട് വേണം പോവാൻ. അവളുടെ ഇടുപ്പിലെ സാരി അല്പം താഴ്ത്തി വെച്ചുകൊണ്ട് അന്നമ്മച്ചി ഉപദേശം തുടങ്ങി. അയ്യേ, ഇതെന്നാത്തിന് ഇത്രയും താഴ്ത്തുന്നേ? അതൊക്കെ ഒരു ട്രിക്കാടി കൊച്ചേ. നിനക്കതൊക്കെ പിന്നെ മനസ്സിലാവും. നിന്റെ കെട്ടിയോനില്ലയോ, എന്റെ ചെറുക്കൻ, അവന്റെ അപ്പച്ചനെ പോലെയാ. ഇത്തിരി കുറുമ്പും കുസൃതിയൊക്കെ കൂടുതലായിരിക്കും. അന്നമ്മച്ചി അത് പറഞ്ഞത് ആനിന്റെ മുഖം ചുവന്നു. കണ്ട പെണ്ണിന്റെ മുഖം കണ്ട? അതാ ഞാൻ പറഞ്ഞേ. പണ്ട് പ്രേമിക്കുന്ന കാലത്ത് ഇത്തിരി നേരം അടുത്ത് കിട്ടിയ അടങ്ങിയിരിക്കില്ലായിരുന്നു നിങ്ങളുടെ അപ്പച്ചൻ. എത്ര വട്ടം കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടെന്നോ? അങ്ങേർക്കുണ്ടോ കുലുക്കം? എന്തേലും ചോദിച്ച നീ ഫ്രാൻസിന്റെ പെണ്ണാണെന്നൊരു പറച്ചില്. അമ്മച്ചിയുടെ മുഖം നാണം കൊണ്ട് ചുമക്കുന്നത് ആനയെ കൗതുകത്തോടെ കണ്ടു. പക്ഷെ എന്നാ ചെയ്യാനാ, എന്റെ അപ്പനായിരുന്നു വില്ലൻ. കെട്ടാൻ സമ്മതിച്ചില്ല. അന്നിവിടെ തടത്തിൽ എന്ന പേര് മാത്രമേ ഉള്ളൂ. വലിയ സമ്പന്നന് എന്നെ കെട്ടിച്ചോടുന്നുള്ള ഒരൊറ്റ വാശിയില അപ്പച്ചൻ ഇതൊക്കെ ഉണ്ടാക്കിയത്. എന്നിട്ടോ വർഷമൊന്നും തികയുന്നതിന് മുന്നേ അങ്ങേർക്ക് വേറെ പെണ്ണും പിള്ളേരും ഉണ്ടെന്ന് തെളിഞ്ഞതോടെ ഞാൻ വഴിയാധാരമായി. അപ്പോഴേക്കും തടത്തിൽ ഫ്രാൻസിസ് വലിയ ആളായി. മുന്നിൽ വരാൻ തോന്നിയില്ല. ഏലപ്പാറയിൽ അപ്പന്റെ പെങ്ങളുടെ വീട്ടിൽ കൊച്ചിനെ നോക്കാൻ നിന്നു. ആ കൊച്ചിന്റെ കെട്ടുകഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴാ ഒരുത്തിനിവിടെ പെണ്ണുമില്ല പിള്ളേരും ഇല്ലാതെ നിൽക്കുന്നേ. നാട്ടുകാർ വഴി ഓരോന്ന് അറിയുന്നുണ്ടെങ്കിലും പേടിയായിരുന്നു വന്നൊന്ന് കാണും. ഒരു ദിവസം അപ്പനൊക്കെ മരിച്ചു കഴിഞ്ഞ് ഞാനും അമ്മച്ചിയും തന്നെയായി. രാത്രി അത്താഴം കഴിച്ചു കിടന്നപ്പോഴാ കഥകിലൊരു തട്ട്. ഈശോ അന്ന് കന്നന്തിരിവ് കാണിക്കാൻ വന്നവരാണെന്ന് കരുതി വാക്കത്തിയുമായിട്ടാ ചെന്നത്. കഥക് തുറന്നപ്പോ ദാ നിൽക്കുന്നു സാക്ഷാൽ തടത്തിൽ ഫ്രാൻസിസ്. ദേഷ്യപ്പെടും, ഇറക്കി വിടുമെന്നൊക്കെ കരുതി സത്യത്തിൽ ഭയന്നു പോയി. അതെന്നാത്തിനെ ഇറക്കി വിടുന്നേ? കേട്ടുകൊണ്ടിരുന്ന കഥയിൽ ഒരു സംശയം വന്നപ്പോ അതേപടി ആന ചോദിച്ചു. വലിയ അഭിമാനിയായിരുന്നു എന്റെ അപ്പന്. കാശില്ലാണ്ട് വന്ന കാലത്തെ വീട് പണയം വെക്കാൻ പലിശക്ക് പൈസ വാങ്ങാൻ മകളുടെ മുൻകാമുകനെ ഉണ്ടായിരുന്നുള്ളൂ. വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് നേരത്തെ എപ്പോഴും ഈ വീടും പറമ്പും അത് ഞാൻ അങ്ങേരുടെ പേരിലേക്ക് മാറ്റിയിരുന്നു. അപ്പച്ചനോ? ആന്നേ. എന്നിട്ടെന്തായി? എന്താവാൻ, പേടിച്ചു നിന്ന് എന്നോട് ഒരു കട്ടൻ കാപ്പി ഇട്ടുകൊണ്ടിരാൻ പറഞ്ഞു. അവളുടെ മുഖം ഒന്ന് കൂടി. ആന്നേ, കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ അടുക്കളയിലേക്ക് കൂടി. കട്ടനും കൊണ്ട് തിരിച്ചു വന്നപ്പോ അമ്മച്ചി പെട്ടിയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. കൊണ്ടുപോകാൻ വന്നതാണത്രേ. അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ വീട്ടിലെ വേലക്കാരിയാണെന്ന് കരുതി ഇറങ്ങിയ, പക്ഷെ കൊണ്ടുവന്നത് മഹാറാണിയായിട്ട്. നാട്ടുകാർ പലതും പറഞ്ഞു. കേട്ടും അടുത്തിട്ടാകും. 52ാമത്തെ വയസ്സിൽ തടത്തിൽ ഫ്രാൻസിസ് ഒന്നുകൂടി കെട്ടി ഈ അന്നാമറിയെ. അമ്മച്ചിയുടെ പേര് അന്നാമറിയ എന്നാണോ? അതെ, എന്റെ അമ്മച്ചിയുടെ പേരും അതാ. അമ്മയുടെ അമ്മ പാവമായിരുന്നു. എന്നെ വലിയ ഇഷ്ടമായിരുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു. അവൾക്കും അവരെ വലിയ ഇഷ്ടമായിരുന്നു എന്നവളുടെ വാക്കുകളിൽ തന്നെ മനസ്സിലാക്കുമായിരുന്നു. അത് പോട്ടെ. അപ്പൊ അവിടുത്തെ വല്യമ്മച്ചിയോ? അതൊരു മൂശാട്ട. ഇച്ചൻ കുറെ വിളിച്ചതാ, വന്നില്ല. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. മോൻ പുതിയ വീട് വെച്ച് താമസം മാറിയപ്പോ ആയമ്മക്ക് അങ്ങോട്ട് മാറി. പിന്നെ എന്നും എപ്പോഴും വഴക്കും ബഹളം. മടുത്തപ്പോ നിയമപരമായി തന്നെ വേർതിരിഞ്ഞു. അല്ല, മോൾക്കറിയില്ലായിരുന്നോ? ഇല്ല. ഇടക്ക് അപ്പച്ചൻ വരുമെന്നൊക്കെ പറഞ്ഞപ്പോ കരുതി. അതങ്ങനൊരു കഥ. അയ്യോ, സമയം പോയി. വന്നേ. ആ ചെറുക്കൻ നോക്കിയിരിപ്പുണ്ടാവും. അത്രയും നേരം ശാന്തമായിരുന്ന ആനിയുടെ മനസ്സ് വീണ്ടും ഡപ്പാങ്കൂത്ത് കളിക്കാൻ തുടങ്ങി. അവളെ മുറിയിലേക്കാക്കി അന്നമ്മച്ചി മുറിയിലേക്ക് പോയി. ആനി അകത്തേക്ക് ചെല്ലുമ്പോൾ ഫെലിക്സ് അവളെ നോക്കി ബെഡിലിരിപ്പുണ്ട്. കയ്യിലെ പാൽ ഗ്ലാസ് അവന് നേരെ നീട്ടിയതും അവനത് വാങ്ങി അല്പം കുടിച്ച് അവൾക്ക് കൊടുത്തു. ഈ പേടിയും വെപ്രാളവും ഒന്നും വേണ്ട. ആളിക്കത്തിക്കൊണ്ടിരുന്ന തീയിൽ മഞ്ഞ് വീണതുപോലെ ആനിക്ക് തോന്നി. എന്തായാലും ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഞാൻ നടത്തും. അപ്പൊ പിന്നെ പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അതോടെ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഇവിടെ വാടി കൊച്ചേ. പിന്നെ പേടിക്കാനൊക്കെ പിന്നെ സമയം തരാം. ഒറ്റ വലിക്ക് അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്തിരുത്തി. അവളൊന്ന് പേടിച്ചെങ്കിലും അവന്റെ ഒപ്പം ചേർന്നിരുന്നു. ഈ കർത്താവ് സത്യമുള്ളവനാണല്ലേടി? അവന്റെ ആ കുണശ ചോദ്യം ഇഷ്ടപ്പെടാത്ത പോലെ അവൾ അവന്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി അവനെ ഒന്ന് നോക്കി. അതെ, നീ ഇവിടെ എന്റെ വീട്ടിൽ എന്റെ മുറിയിലാണ്. ഇതിങ്ങനെ ചുണ്ടു കൂർപ്പിച്ചാലുണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കും. അവളെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ അവൻ അവളുടെ അതിരങ്ങളെ
നുകർന്നിരുന്നു. തടുക്കാൻ പോലും കഴിയാതെ ആന വിറച്ചു. ജീവിതത്തിന്റെ പുതിയൊരു തുടക്കം. ആഷിച്ച് സ്വന്തമാക്കിയവളെ ആ രാവ് പുലരും വരെ അവൻ പ്രണയത്തിൽ തളർത്തി. ഒടുവിലെപ്പോഴും അവളുടെ കണ്ണു മയങ്ങി വന്നപ്പോൾ അവളെയും ചേർത്ത് പിടിച്ച് അവൻ ഉറങ്ങി. സ്ഥിരമടിക്കുന്ന അലാറം അടി കേട്ടാണ് ഫെലിക്സ് ഉണർന്നത്. സമയം 6:30. 4-നോ മറ്റോ ആണ് കിടന്നത്. സൗണ്ട് കേട്ട് അവളും കൂടി ഉണർന്നത്. അവൻ അവളെ ഒന്നുകൂടി അടുക്കി പിടിച്ചു. ഇന്നലെ ഇച്ചായൻ എന്നാ പറയാൻ വന്നേ? എപ്പോ? രാത്രിയില്. കർത്താവിനെ പറഞ്ഞില്ലേ? ഓ, അപ്പോ. അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നേ, ഭർത്താവ് എന്നാ മനുഷ്യരാണെന്ന്. എന്നാന്ന്? അല്ല, ഒരു പരിചയമില്ലാത്തൊരു പെണ്ണ് കുറച്ചു നാൾ മുന്നേ എന്നെ ഒന്ന് സഹായിച്ചു. അന്നൊരു കുറുമ്പും തമാശ പോലെ ചുമ്മാ ഒന്ന് പറഞ്ഞു, ഇത്രയും നന്മയുള്ള പെണ്ണിനെ എനിക്കിങ്ങ് തന്നേക്കണേ എന്ന്. പക്ഷെ അങ്ങേര് അതൊരു കാര്യമാക്കി എടുക്കുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. ഇച്ചായനത് എന്നാതൊക്കെയായി പറയുന്നേ? അവൾക്ക് അപ്പോഴും ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അത് മനസ്സിലായതുപോലെ ഫെലിക്സ് കൈയെത്തിച്ച് ടേബിളിൽ ഇരിക്കുന്ന ബോക്സ് എടുത്തു. തലേന്ന് സംസാരിക്കാൻ കൊണ്ടുവന്ന് വെച്ചതാണ്. ബോക്സ് എടുത്ത് അതിൽ നിന്നും ഗോൾഡിന്റെ കവർ എടുത്ത് അവളെ കാണിച്ചു. ഇതെന്റെയാ. നിന്റെ തന്നെയാ. ഓർക്കുന്നുണ്ടോ ഇതാർക്കാ കൊടുത്തതെന്ന്? അതിനൊരു ചമ്മിയ ചിരിയായിരുന്നു മറുപടി. അന്ന് നീ സഹായിച്ചത് ഞങ്ങളെയാ. ഇന്നലെ ലോണിന്റെ കുറച്ച് ക്യാഷ് കിട്ടി. ആദ്യം എടുത്ത് ഇത് കൊണ്ടുവരുന്ന വഴിയാണ് സൂരജ് ആന്റണിയോട് കഥ പറയുന്നത്. ഗോൾഡ് കണ്ടപ്പോ അവൻ ഉറപ്പിച്ചു. സമയവും സ്ഥലവും എല്ലാം മാച്ച്. അതോടെയാണ് ഈ കള്ളിപ്പൂച്ചയാണ് ഞങ്ങളുടെ ദൈവമെന്ന് മനസ്സിലായത്. അന്ന് എല്ലാവരും അടുപ്പായിരുന്നു. ഞാൻ കാരണം ആരെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്നേ കരുതിയുള്ളൂ. അതുകൊണ്ടല്ലേ എനിക്ക് ഈ പെണ്ണിനെ കർത്താവ് തന്നത്. ഇങ്ങനെ പ്രണയിക്കാൻ, കുറുമ്പ് കാണിക്കാൻ, സ്നേഹിക്കാൻ. പിന്നെ അവന്റെ കൈകൾ അവളിലേക്ക് അടുത്തത്. ആ മുറിയിൽ അവരുടെ ചെളികളികൾ കൊണ്ട് നിറഞ്ഞു. അവരങ്ങനെ ജീവിക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹത്താൽ സന്തോഷമായിട്ട് അവസാനിച്ചു.